ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ, ഇവനാണ് വീരൻ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ, വിഖ്യാത വംശം ധരാപാലൻ നായകൻ. ഒരു നായകൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ധനഞ്ജയൻ ദശരൂപകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ധീരോദാത്തൻ അതിപ്രതാപ സാർ, രക്ഷിതാക്കളെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. സാർ ഞാനല്ല. താനല്ലെങ്കിൽ പിന്നെ ആരാ? സാർ ഞാനല്ല. താനല്ലെങ്കിൽ പിന്നെ ആരാ? ഇത് മാഷല്ലേ? ഇത് കൊള്ളാല, നന്നായിട്ടുണ്ടല്ലേ സാർ? ഇവൻ ക്ലാസ്സിൽ നിന്ന് വരച്ചാണ് സാർ. ഇവൻ അധ്യാപകരോട് ഇങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ. ഇവൻ എന്നെ ക്ലാസ്സിൽ പലതവണ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ക്ലാസ് നടക്കുമ്പോൾ ഇവൻ അതും ഇതും വിളിക്കും എന്നെ. താൻ എന്താണോ മാഷെ വിളിച്ചത്? സാർ അത് ഞാനല്ല സാറേ. എന്താണ് വിളിച്ചതെന്ന്? ഞാൻ വിളിച്ചില്ല, ഞാൻ ഒന്നും വിളിച്ചില്ല. തൻ്റെ വീട് നരിപ്പറമ്പിലല്ലേ? വേഗം പറ, മാഷിനെ താൻ എന്താ ക്ലാസ്സിൽ നിന്ന് വിളിച്ചത്? പറയാൻ. സാറ് അത് വേണ്ട, ഒന്ന് താക്കീത് കൊടുത്ത് വിട്ടാൽ മതി. ഒരു അധ്യാപകനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലേ? ഒന്നുമില്ലെങ്കിലും മാഷിന് തൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? 2 ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ കയറിയാൽ മതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐസ്. റബ്ബു സാറേ 30 സാറല്ലേ പറഞ്ഞു എനിക്ക് അവൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന്. എനിക്ക് ഈ വരുന്ന ചിങ്ങത്തിൽ 31 വയസ്സാവുള്ളൂ. എൻ്റെ മാഷിന് ഇതൊക്കെ ഒന്ന് വെട്ടുവതിക്ക് വൃത്തിയായി നടക്കാൻ പാടില്ലേ? മെച്യൂരിറ്റിക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന. ഇതാണ് മെച്യൂരിറ്റി, നല്ല മെച്യൂരിറ്റി. താങ്ക് യു സാർ. മെച്യൂരിറ്റി അല്ല. ഇത് നോക്കെൻ്റെ വാസു, നമുക്ക് വലിയ മോഡേൺ ആയ കുട്ടിയൊന്നും വേണ്ട. അത്യാവശ്യം വിദ്യാഭ്യാസം, പിന്നെ മുഖത്ത് കാണാൻ ഒരു കലയും, ഇത്രയേ ഉള്ളൂ. സംഗതി ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്കിപ്പോൾ തുളസിക്കതിൽ പോലത്തെ ഒരു കുട്ടിയല്ലേ വേണ്ടത്? അതൊക്കെ നമ്മളെടുത്തുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് കാര്യമായ കുറച്ച് വിട്ടുവീഴ്ച വേണ്ടി വരും. ഞമ്മക്കുണ്ടല്ലോ കുറച്ച് കുറവൊക്കെ. എന്ത് കുറവ്? അവൻ ചെറുപ്പല്ലേ, കോളേജ് അധ്യാപകനുമാണ്. പിന്നെ മുടിക്കൊരിത്തിരി ഉള്ളില്ല, അതൊരു കുറവാ? അല്ല, അത് വലിയൊരു കുറവൊന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, നമ്മളെ ഭാഗത്ത് നിന്ന് കാര്യമായി കുറച്ച് വിട്ടുവീഴ്ച വേണ്ടി വരും. അതെ, ചാൾസ് ഡാർവിൻ, വില്യം ഷേക്സ്പിയർ, മഹാത്മാഗാന്ധി, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരുടെ ആരുടെയും തലയിൽ കരിയോട്ട് മുടിയില്ല. ഇവരാരും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുള്ള കല്യാണം കഴിച്ചത്. പക്ഷെ നമ്മളെ കാര്യം അത്ര ഈസി അല്ല. ഈസി അല്ലെങ്കിൽ ചേട്ടനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു പുല്ലും പെണ്ണും ഒക്കെ പറഞ്ഞുകൂടാത്ത ഓരോ വിട്ടികളെയും വിളിച്ചു കൊടുത്ത മനുഷ്യനെ വിഷമിപ്പിക്കാൻ. വിലസി വിമലേ ചെറിയൊരു പനിനീർമല, ചെറിയൊരു ചെറിയൊരു പനിനീർമല. ഗുഡ് ന്യൂസ് ഉണ്ട്. എൻ്റെ മക്കൾ സ്റ്റേറ്റ് ചെയ്യും. അതൊരു ഫോട്ടോ കോപ്പി കടലാസല്ല, അത് പോയാലും എന്തോ കടലാസിൽ എന്താണെന്നതിലല്ല കാര്യം. അതിനെ ഞാൻ ചോദിക്കുന്നത്. അതിലിപ്പോൾ നിങ്ങളുടെ മാർക്കല്ലേ ഉള്ളൂ. എൻ്റെ മാഷെ അത് ഓഫീസിലുണ്ടാവും, ഞാൻ തപ്പി നോക്കാം. നിങ്ങൾ പെട്ടെന്ന് പോയി പോസ്റ്റ് വായിച്ച് സന്തോഷിക്കും. ഭാര്യയാണ്. ഹലോ സാർ. സാർ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്. കൊള്ളാം. അപ്പം ഇനി ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാവും നോക്ക്. ഓ
കാര്യങ്ങളൊക്കെ ഹാപ്പി ആവട്ടെ. താങ്ക് യു സർ. കുടിക്ക് മോനെ, ഓറഞ്ച് ജ്യൂസാണ്, കുടിക്കേ. കുടിച്ചടാ. അവനൊരിത്തിരി നാണക്കാരനാണ്. കഴിക്കൂ. ഇതാണ് മോള്. മോളെ, അത് അനിയൻ കമൽ, ഇത് ശ്രീനി. എനിക്ക് ആ ബ്രോക്കറെ ഒന്ന് കാണണം. ബ്രോക്കറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ചെക്കന് മുടി കുറവാന്ന് അയാൾ അവരോട് നേരത്തെ പറയണ്ടല്ലേ? എന്റെ പൊന്നാര നിർമ്മലേ, മുടി ഉണ്ടായിട്ട് ആ കുടുംബം കുട്ടികൾക്ക് ഉണ്ടാവണത്. ഈ ബ്രോക്കർ പറയുന്നിടത്തൊക്കെ പോയി ചായ കുടിക്കുന്ന പഴയൊരു ഏർപ്പാടാണ്. ഓൺലൈനിൽ പെണ്ണ് കിട്ടുന്ന ഈ കാലത്ത് ഫോട്ടോ കണ്ടിട്ടൊന്നും പെണ്ണ് കെട്ടില്ല, ശരിയാവില്ല. ഒന്ന് നിർത്തൂ. ഇനി പെണ്ണാണോ ഞാനില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് പെണ്ണ് കെട്ടണമെന്ന്. പിന്നെ 31 വയസ്സ് കഴിഞ്ഞാൽ നടക്ക് സന്യാസ യോഗ ശ്രീനി, മറക്കണ്ട. അമ്മ സന്യാസത്തിന് എന്താ കുഴപ്പം? സന്യാസം ബ്രഹ്മത്തിലേക്കും ജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നീയും ഞാനും മാത്രം അല്ല, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. ബൈക്കിൽ പോവാം. നീ പറയുന്നിടത്ത് ഞാനോ എന്നിട്ട് എന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ അന്ന് ഷേക്ക് എന്തിനാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും വക കോമഡി രാജയുടെ വക ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. പ്രഗത്ഭരായ ജഡ്ജസിന് എന്താണ് പറയാനുള്ളത് നമുക്കറിയണ്ടേ? നമുക്കറിയാം ഈ ഷോർട്ട് ബ്രേക്കിന് ശേഷം NTV പ്രസൻസ് കോമഡി രാജ പവർഡ് ബൈ കോൺഫിഡൻസ്. മുടിക്കൊപ്പം നിങ്ങളുടെ ഉറക്കവും കൊഴിഞ്ഞുപോയോ? കോൺഫിഡന്റ് ആയിരിക്കൂ. കോൺഫിമാൻ നിങ്ങൾക്കൊപ്പം. കോൺഫിമാൻ ഹെയർ ഫിക്സിംഗ്, ദുബായ്, കരാമ ആൻഡ്